ശക്തിയോടെ ഹല്ലേലൂയ പറയണേ. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിയമങ്ങളെപ്പോലും മാറ്റിമറിച്ച് എൻ്റെ കർത്താവിൻ്റെ കരത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിസ്റ്ററിൻ്റെ പേര് രാധിക എന്നാണ്, വെള്ളറുടെ നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ പക്ഷേ താമസിക്കുന്നത് ഖത്തറിലാണ്. സിസ്റ്റർ തന്നെ പറഞ്ഞാട്ടെ എന്താണെന്നുള്ളത്. എൻ്റെ പേര് രാധിക, ഞാൻ വരുന്നത് കിളിയൂരിൽ നിന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ മെയ്യിൽ 2024 മെയ് മാസത്താണ് ഖത്തറിൽ പോകുന്നത്. അതെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അഡ്മിഷൻ ഇങ്ങനെ നേരത്തെ ക്ലോസ് ആവും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതെ, മോൻ LKG അഡ്മിഷൻ അവിടെ ചേർക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല ഈ നേരത്തെ ഇങ്ങനെ അഡ്മിഷൻ ക്ലോസ് ആകുമെന്നും അവിടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April ആണെന്നുള്ള കാര്യം അറിയില്ല. അതായത് നിങ്ങൾ പോകുന്നത് മെയ്യിലാണ്, പക്ഷേ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഇവിടുത്തെ ഒരു ഐഡിയയിലാണ് പോയത്, ജൂണിൽ നിന്നുള്ള. അവിടെ സെപ്റ്റംബറിലെന്നാണ്, ചില സ്കൂളിൽ സെപ്റ്റംബറാണ്, പക്ഷേ ഇന്ത്യൻ സ്കൂളിൽ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പോയ കുറേ സ്കൂൾ, 18 സ്കൂളുണ്ട് അവിടെ, ഇന്ത്യൻ സ്കൂൾ. എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും വേക്കൻസി ഇല്ലായിരുന്നു. എല്ലാവരും അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. കാരണം ക്ലാസ് തുടങ്ങി 3 മാസമായി. അവർ വെക്കേഷനും കൊടുത്തു. അടുത്ത ക്ലാസ് സെപ്റ്റംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. വെക്കേഷനും കൊടുത്തു കഴിഞ്ഞു. അതെ, അവിടെ സ്കൂൾ തുറന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ കൊടുക്കുന്നത്. അതായത് വേനൽക്കാലം, അവിടെ കുറച്ച് ചൂട് കൂടാവുന്ന ആ സമയത്ത് കൊടുക്കും. അപ്പം ഞങ്ങൾ അറിയില്ലല്ലോ ഇത്. അങ്ങനെ എല്ലായിടും അന്വേഷിച്ചു, കിട്ടാൻ നിവർത്തിയില്ല. അപ്പോൾ അടുത്ത വർഷം ചേർക്കാൻ പറ്റില്ല. LKG ചേർത്തില്ലെങ്കിൽ അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം മോൻ ഒരു വർഷം വീണ്ടും ബ്രേക്ക് ആവുമല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു, ബ്രദറിന് മെസ്സേജ് അയച്ചു, ഇങ്ങനെ മോൻ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിച്ചു. അതിന്റെ 3-ാമത്തെ ദിവസം മോൻ പഠിക്കുന്നത് ഡൽഹി പബ്ലിക് സ്കൂൾ, അവിടെ ദോഹയിലുള്ളത്. അവിടുത്തെ HM-ന്റെ FB പോസ്റ്റിൽ ഇങ്ങനെ 2 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന ആളല്ല, പക്ഷെ എങ്ങനെയോ പുള്ളിയുടെ കണ്ണിൽ അത് കാണുകയും ഞങ്ങൾ HM-നെ കോണ്ടാക്ട് ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ മോനെ, ഞാൻ ടീച്ചറായിരുന്നു, അപ്പോൾ ഞാനിവിടെ നിന്ന് കുറേയൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ളത് കൊണ്ടോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടോ എല്ലാം കൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി. 1 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ട്. 1 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ അഡ്മിഷൻ തിരികെ ലഭിച്ചൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ആയിരിക്കുന്നത്. കരങ്ങളെ അടിച്ച കർത്താവ് നന്ദി പറഞ്ഞ സൗരാളി, നിങ്ങൾ അറിയേണ്ടത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്നതാണ്. ഇപ്പം സന്തോഷത്തോടെ ആയിരിക്കുന്നു. സന്തോഷം. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഇത്രയും ഒരു അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും കോടിക്കണക്കിന് നന്ദി. ആമേൻ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിലും ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായി മാറട്ടെ.